നിനക്ക് ഇവിടെ നിൽക്കണോ അതോ നിന്റെ ഭർത്താവിന്റെ കൂടെ പോകണോ? നീ പോയിക്കോ. പിന്നെ പിന്നെ നിനക്ക് ഈ ഉമ്മയും ഉപ്പയുമില്ല. ഞങ്ങൾ മരിച്ചാൽ പോലും നീ ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഞങ്ങളെ മാത്രല്ല, നീ എടുത്തു വളർത്തിയ നിന്റെ ഇക്കാക്കാന്റെ മോള്, അവളെയും നീ ഇനി കാണില്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഇനി അവളെയോ ഞങ്ങളെയോ കാണാൻ പറ്റില്ല. എന്താ മോളെ നിന്റെ തീരുമാനം? എനിക്ക് അമറിന്റെ കൂടെ പോയാൽ മതി. കുട്ടിയുടെ തീരുമാനം കുട്ടി പറഞ്ഞു. ഇനി തനിക്ക് എന്താ പറയാനുള്ളത്? ഇവന്റെ ഫാമിലിയിലേക്ക് അവള് പോകുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്റെ മോളല്ലേ, അവളുടെ കാര്യത്തിൽ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. തന്റെ മോൾക്ക് പ്രായപൂർത്തിയായി. ഇനി അവളുടെ കാര്യങ്ങൾ, അവളുടെ ജീവിതം, അതൊക്കെ അവളാണ് തീരുമാനിക്കേണ്ടത്. അവൾക്കിഷ്ടം അവളുടെ ഭർത്താവിന്റെ കൂടെ പോകാനാണ്. അവളെ നീ തടഞ്ഞു വെക്കാൻ പാടില്ല. അവളുടെ വാപ്പയാന്നുള്ള അധികാരം തനിക്ക് ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവന്റെ വീട്ടിൽ അവൾക്ക് സുരക്ഷയില്ല, അത് എനിക്ക് നോക്കണ്ടേ? അത് അവൾക്ക് തുറന്ന് പറയാലോ, അവൾക്കല്ലേ മോനെ, നീ സമയം കളയണ്ട. അവളെ കൈ പിടിച്ച് കൂട്ടിക്കോ. ഒന്നുകൂടി ആലോചിച്ചിട്ട്. അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. താ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. മര്യാദക്ക് തന്റെ മോളെ അവന്റെ കൂടെ പറഞ്ഞേക്ക്. മോനെ, അവളെ ഇപ്പൊ തന്നെ കൈ പിടിച്ച് കൂട്ടിക്കോ. ആരെയും പേടിക്കണ്ട. അവള് നിന്റെ ഭാര്യയാണ്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. സലാം മടക്കടോ.